ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് റിയാക്ഷനാണ് വല്യേട്ടൻ സിനിമയുടെ ഒഫീഷ്യൽ ടീസർ, ഒഫീഷ്യൽ ട്രെയിലർ ഒക്കെ എത്തിയിട്ടുണ്ട്. അടുത്തോണ്ട് വാട ഇട്ടിക്കണ്ടപ്പ നോക്കിക്കൊണ്ട് നിൽക്കുവാണോ ഡയലോഗിലെ ഈ കൊണ്ടുവന്നിരിക്കുന്ന ഇട്ടിക്കണ്ടന്മാരുടെ മസിലിന്റെ വലിപ്പം കണ്ടിട്ട് ഇതാ ഈ വരയ്ക്കപ്പുറം കടന്ന മമ്പറം ആലിക്കുട്ടി സാഹിബിന്റെ മൂത്ത മോൻ ബാവയ്ക്ക് അതന്നെ ആ സാധനം തന്നെ. എന്റെ മോനെ അതിങ്ങനെ കേൾക്കുമ്പോൾ ഒരു രോമാഞ്ചം ഉണ്ടല്ലോ. ശരിക്കും വല്യേട്ടൻ എന്നൊക്കെ പറഞ്ഞ ആ ഒരു ഫീൽ ചെയ്യും. സത്യം. എന്തായാലും സിനിമ റീ റിലീസിനെത്താണ് നവംബർ 29 യെസ്. ഓക്കെ. എന്തായാലും മറ്റൊരു കാര്യം കേട്ടോ, അതായത് റീ റിലീസ് ചെയ്യാൻ ഒരുപാട് സിനിമകൾ ഇപ്പോൾ മമ്മൂട്ടിയുടേതായിട്ട് തന്നെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്, ലിസ്റ്റിലുണ്ട്. പിന്നെ ചിലതൊക്കെ ഇപ്പോൾ റിലീസായും ചെയ്തിട്ടുണ്ട്. പക്ഷേ മമ്മൂക്ക ചിലത് മാത്രമാണ് സപ്പോർട്ട് കൊടുക്കുന്നത്. അതെ. വടക്കൻ വീരഗാഥ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ആള് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ ട്രെയിലറും ആള് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ആൾക്ക് കിട്ടിയ അന്നും ഇന്നും എന്നും ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമ ആയതുകൊണ്ട് അതാണ് പോലീസാണല്ലേ. പിന്നെ അല്ലാണ്ട്. ഓക്കെ. എന്തായാലും അതിന്റെ സാധനം ഒരു കൺപീലി വീണടക്കുന്നു സ്ക്രീൻ. ഓക്കെ. ടീസർ കാണട്ടെ. ഇതെന്നാ ടീസർ കാണട്ടോ. ഓക്കെ. കേട്ടില്ലേന്ന് ചോദിച്ചതാ. 24 വർഷം. അപ്പൊ 2000 ആനയുടെ കാൽച്ചുവട്ടിൽ നിന്ന്, 10 ആൾ കാഴമുള്ള പുഴയുടെ കയറ്റിൽ നിന്ന്, വാളിന്റെയും കത്തിയുടെയും മൂർച്ചയിൽ നിന്ന്, ഇപ്പോ ഒരു വെടിയുണ്ടയുടെ പാച്ചിൽ നിന്ന്, ഓരോ തവണയും മാത്രമനുണ്ണി രക്ഷപ്പെടുകയായിരുന്നു. അറക്കൽ തറവാട് അവൻ അരക്കില്ലമാകുന്നു. ഇതിലുണ്ടാവില്ല. മാറ്റി ഏതാ ഷോട്ട്? തിരിഞ്ഞ് എരിഞ്ഞടങ്ങുന്നതിന്റെ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ ബീജിമൊക്കെ മാറ്റിയോ? അങ്ങനെ മാറ്റുമോ? അതാണ് അതിന്റെ ഏറ്റവും ഹൈലൈറ്റ്. അത് മാറ്റുമോ? സംഭവം ഇത് വേറെ മ്യൂസിക്കൊക്കെ പോലെ ഫീൽ ചെയ്യാ. ടീസറിൽ ഉൾപ്പെടുത്താത്തോണ്ടായിരിക്കും. ടീസറിന് വേണ്ടിട്ട് അത് ഇട്ടിട്ടില്ലെന്നോ. ഇനി ട്രെയിലർ ഉണ്ടല്ലോ, കാണാം, നോക്കാം. അതിലുണ്ടാവാം. എന്തായാലും നല്ല വർക്കാട്ടോ, നല്ല കളർ ഗ്രേഡിങ്. യെസ്. മറ്റേതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആണ്. പിന്നെന്താന്നറിയോ, ഇത് കുറെ കാലമായില്ലേ ടി വി തന്നെ കാണുന്നു, അതുകൊണ്ട് കുറച്ച് ബ്രൈറ്റ് ആയിട്ട് തോന്നിയതായിരിക്കും വർക്കൊക്കെ കഴിഞ്ഞു പോവാ. അല്ലെങ്കിൽ ഒന്നും കൈരടിയിലല്ലേ. കളറിന്റെ ഡിഫറൻസ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. യെസ്. എന്തായാലും ഇതിന്റെ ഒഫീഷ്യൽ ട്രെയിലർ ഒന്ന് കണ്ടോക്കാം. കാണാം. ഈ ലാസ്റ്റ് തറവാട്ടിലേക്ക് കയറി വരുന്നില്ലേ, ആ സമയത്ത് മറ്റേ പാട്ട് തന്നെ വരണല്ലേ, നിറനാഴിപ്പുഞ്ഞ്. അതന്നെ അതിന്റെ വൈബ്. ആ ബീജിയമും ആ പാട്ടും കൂടെ അങ്ങ് വരുമ്പോൾ ഉള്ളൊരു സാധനം ഉണ്ടല്ലോ, പൊളിയാ. ചെറുകിനെ ഒക്കെ കാണാപ്പാടാട്ടോ. ആഴ്ച ഇരുന്ന് കാണുന്ന സാധനം പിന്നെ കാണാപ്പാടല്ലാണ്ട് എന്തുവാ. ഞാൻ പക്ഷെ അങ്ങനൊന്നും സമയങ്ങളില്ല. അത് ശരിയാ. ഇതിന്റെ കാര്യം എന്താണെന്നറിയോ, ഇതിന്റെ ഞാനിപ്പോ അത് നെഗറ്റീവായിട്ട് പറയുന്നല്ല, ഇതിന്റെ പോസിറ്റീവ് ഒരു സൈഡും കൂടി ഉണ്ട്. ഇതിനി ഒരു 100 പ്രാവശ്യം കണ്ടാലും അതാ കാണുമ്പോ കിട്ടുന്ന ഒരു ഫ്രഷ്നെസ് ഉണ്ടല്ലോ, അത് അന്നും ഇന്നും ഒക്കെ ഉണ്ട്. അതാണ് ആ സിനിമേന്റെ ഒരു പ്രത്യേകത. ഓക്കെ. ഇത് പോസിറ്റീവാ? തീർച്ചയായിട്ടും പോസിറ്റീവ് പറഞ്ഞത് അല്ല, നെഗറ്റീവ്. നേരത്തെ നെഗറ്റീവ് പറഞ്ഞല്ലോ, അതുകൊണ്ട് പോസിറ്റീവ് കൂടി വേണല്ലോ. ശരി. ഓക്കെ. അപ്പോൾ ട്രെയിലർ കാണാം നമുക്ക്. ഓക്കെ. ആരാണത്? ഞങ്ങള് കൊറേ ദൂരേന്ന് വരിക. മാധവനുണ്ണിന്ന് പറഞ്ഞ അറിയുവോ? എങ്ങോട്ടാ? ആരെ കാണാനാ? ഇവിടുത്തെ SI എങ്ങനെ അമ്മായി അകത്ത് ഇരട്ട പറ്റി കിടക്കാണെന്ന് കേട്ടു. ഒന്ന് കാണണം. കുട്ടികൾക്ക് ഓരോ പൊന്നരഞ്ഞാണം കൊടുക്കണം. എന്തേ തമ്മിൽ നമ്മൾ കണ്ടിട്ട് 23 കൊല്ലം മുമ്പ് ഇറങ്ങിപ്പോയ തറവാട്ടിലേക്ക് അതിന്റെ മേലുള്ള അവകാശം പിടിച്ചു വാങ്ങിച്ചിട്ട് അവരിന്ന് തിരിച്ചു വരിക.
തെക്കിൻകരയിലെ കളപ്പുരയിൽ ഒരുക്കിയ പാർപ്പിച്ചിട്ടുണ്ടല്ലോ, അത് കോമൺ പ്രോപ്പർട്ടി ആണോ അതോ മാധവനുണ്ണിയുടെ? ഏത് നായിന്റെ മോനാണ് അറിയേണ്ടത് അവളുടെ കഴുത്തിൽ താലി കെട്ടിയവൻ ആരാണെന്ന്? നോക്ക്, ഞാനത് അറക്കിൽ മാധവനുണ്ണി. പോയിക്കോളണം, ഇല്ലെങ്കിൽ പറപ്പിക്കും ഞാൻ. നാട്ടിലൊരു മാടൻ പോലീസുകാരെ തല്ലാൻ മാത്രം ഗഡ്സുള്ളൊരു തമ്പുരാൻ ലൈനാ. എല്ലാം കൈവെക്കുമ്പോ തോളിലെ നക്ഷത്രത്തിന്റെ കണക്കോ ഇരിക്കുന്ന സ്ഥാനത്തിന്റെ മഹിമയോ ഞാൻ നോക്കാറില്ല. അതാ ശീലം. അന്റെ കയ്യും കാലും വെട്ടിയെടുക്കണ ചെക്കനെ കിട്ടണച്ചാലേ ഈ ഭാവം അതിനും മടിക്കൂടാ. ഇപ്പോഴാണ് മറ്റേ സാധനം. അറിയാവുന്ന നല്ല ഭാഷയിൽ നിന്നോട് ഞാൻ പറയേണ്ടത് പറഞ്ഞു. നീ പക്ഷെ കൂടെ കൊണ്ടുവന്നിട്ടുള്ള ഈ ഇട്ടിക്കണ്ടപ്പന്മാരുടെ മസിലിന്റെ വലിപ്പം കണ്ടുള്ള ധൈര്യം കാണിച്ച് മുന്നോട്ട് താ. ഇതിനപ്പുറം കടന്നാൽ ദിനേശ, ഇത് സ്ഥലം മഹാലംബ. പോയി വേറെ വല്ല പണിയുണ്ടോന്ന് നോക്കണ ഇട്ടിക്കണ്ടപ്പ. ഇതേ അറക്കൽ മാധവനുണ്ണിയാ പറയുന്നേ. ആ പേരിന് ഈ ജന്മം മുഴുവൻ നിന്റെ ഉടയോൻ എന്നൊരർത്ഥം കൂടെ ഉണ്ട്. അത് മറക്കരുത്, മറന്നു പോകരുത്. നീ ഇപ്പോ എന്റെ പകുതി അഭ്യാസേ കണ്ടിട്ടുള്ളൂ. ബാക്കി പകുതി കാണാൻ കരളുറപ്പുണ്ടെങ്കിൽ മാത്രം എന്റെ മുമ്പിൽ വാ. നവംബർ 29 വാടാ മക്കളെ. ബാക്കി കാണണമെങ്കിൽ പകുതി കളി കാണാന്ന്. പക്ഷെ ഒരു കാര്യം ഭയങ്കര നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തു കേട്ടോ. മമ്മൂക്കന്റെ സൗണ്ട്, അത് മമ്മൂക്കന്റെ സൗണ്ട് വേറെ എന്തോ ചെയ്തേക്കാന്ന് എനിക്ക് തോന്നുന്നു. ഒട്ടും ഒരു സുഖം കിട്ടുന്നില്ല. മറ്റേ എല്ലാവർക്കും അങ്ങനെ തോന്നിയോ? ഞങ്ങക്ക് തോന്നിയിട്ടുണ്ട്, നമുക്ക് രണ്ടുപേർക്കും തോന്നി. സത്യം. അത് ഭയങ്കര ഡിഫറൻസ് തോന്നുന്നുണ്ട്. അതാ ഫസ്റ്റത്തെ ഇതില് ആ ഫസ്റ്റ് സ്റ്റേഷനിലേക്ക് കയറി വന്നിട്ട് പറഞ്ഞ ഡയലോഗ് നല്ല പോലെ അത് വ്യത്യാസം അറിയുന്നുണ്ട്. ടീസറിൽ ആളുടെ ഡയലോഗ് ഉണ്ടായിരുന്നില്ല. അതെ, ട്രെയിലറിൽ ഡയലോഗ് ഇട്ടിരിക്കുന്നത് തന്നെ ആ സമയത്തുള്ളതാ. സംഭവം ഒന്നെങ്കിൽ അന്നത്തെ ക്വാളിറ്റി ഇല്ലാതെ നമ്മൾ കണ്ടത് കൊണ്ടുള്ള പ്രശ്നം, ക്വാളിറ്റിയിലേക്ക് മാറ്റിയപ്പോൾ എന്നാലും വോയിസും കാര്യങ്ങളൊക്കെ മാറിയതായിരിക്കാം. ആ സിനിമയിൽ നമ്മൾ കേട്ടിരിക്കുന്ന സൗണ്ടില്ലേ, അതിൽ എഡിറ്റ് ചെയ്തപ്പോൾ, അതായത് റീമാസ്റ്റർ ചെയ്തപ്പോൾ എന്തെങ്കിലും വ്യത്യാസം വന്നതാണോ എന്നാണ് ആദ്യത്തെ ചോദ്യം. ഇനി അതല്ലെങ്കിൽ അതായത് AI വെച്ചിട്ട് എന്തെങ്കിലും പരിപാടി ചെയ്തോ? എനിക്ക് തോന്നുന്ന മാറ്റം വരുത്തിയതാണ്. കാരണം ഇതിന് വർഷങ്ങൾക്ക് മുന്നേ റിലീസ് ചെയ്തതാണ് സ്ഫടികം. അത് വന്നപ്പം ലാലേട്ടന്റെ സൗണ്ടിന് നമുക്ക് ഒരു വ്യത്യാസം തോന്നില്ല. അപ്പം അതെ, ഈ ടെക്നോളജി വെച്ച് ചെയ്യുന്നതിന്റെ പ്രശ്നം തന്നെയായിരിക്കും. അതായത് AIയോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടാവണം. അതായിരിക്കണം കേട്ടോ. നമുക്ക് ഭയങ്കരമായിട്ട് വ്യത്യാസം തോന്നുന്നുണ്ട് സിനിമയില്. പക്ഷെ ക്വാളിറ്റി, പിക്ചർ ക്വാളിറ്റി ഏറ്റവും ഭീകരമായിട്ട് വന്നിരിക്കുന്നത് ഇതാണ്. ക്വാളിറ്റി ഇത് 24 വർഷം മുമ്പ് ഇറങ്ങിയ സിനിമയാണെന്ന് ഫീലേ ചെയ്യുന്നില്ല. ഇപ്പൊ ഇറങ്ങിയ ട്രെയിലർ പോലെ ഉണ്ട്, ഇപ്പോഴത്തെ സിനിമ പോലെ. അതൊരു സത്യം. നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല കിടിലൻ കളർ ഗ്രേഡിംഗ് ആണ്. യെസ്. എന്താണെങ്കിലും 29-ന് 29-ന് ഇത്രയും TV കണ്ടാലും കുഴപ്പമില്ല, ഒന്നുകൂടി പോയി കാണാല്ലേ. മാസ സാധനം കുറെ കാണാലോ. ഇപ്പൊ 2000-ൽ ഈ സിനിമ തിയേറ്ററിൽ പോയി ഞാൻ കണ്ടിട്ടില്ല. നരസിംഹം എന്ന് പറഞ്ഞ സിനിമ ഇതിന് തൊട്ട് മുന്നേ ഷാജി കൈലാസിന്റെ ഡയറക്ഷനിൽ രഞ്ജിത്തിന്റെ സ്ക്രിപ്റ്റിൽ തന്നെ വന്ന സിനിമ. അത് ഞാൻ തിയേറ്ററിൽ പോയി കണ്ട ആളാ. പക്ഷെ അതിന് ശേഷം ഇത് ഞാൻ തിയേറ്ററിൽ കണ്ടിട്ടേ ഇല്ല സിനിമ. ഇതിനൊരു പ്രത്യേകത ഉണ്ട്. അതായത് എല്ലാവരും ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഏറ്റവും കൂടുതൽ സമയമെടുത്ത് കാണിച്ച സിനിമ ആയിരിക്കും. അതായത് സിനിമ റിലീസിന് എത്തിയിട്ട് ഏറ്റവും വേഗത്തിൽ TV-യിൽ വന്ന സിനിമയാണത്. അതൊരു സത്യം കേട്ടോ. അത് അനൗൺസ്മെന്റ് അതായത് പരസ്യം വന്നതിന് ശേഷം അതൊരു പെരുന്നാൾക്കാണെന്ന് തോന്നുന്നു, അത് ഓണത്തിനോ, ഓണോ പെരുന്നാളോ സ്പെഷ്യൽ ഡേയിലാണ് ഇത് റിലീസ് എന്നാ പറയുന്നത്. TV-യിൽ വന്നത് കൈരളിയിൽ. അന്ന് അതിന് മുമ്പിൽ അങ്ങ് ഇരുന്നിട്ട് കുറച്ചങ്ങ് തുടങ്ങും, അപ്പോഴേക്കും പരസ്യം. അതിനേക്കാൾ സമയത്തില് പരസ്യം. അത് ഓണം തന്നെ ആയിരിക്കും. ഓണത്തിനാണ് ഏറ്റവും കൂടുതൽ TV-കളിൽ പരസ്യം വന്നുകൊണ്ടിരിക്കുന്നത്. 10 മിനിറ്റ് സിനിമയാണെങ്കിൽ 15 മിനിറ്റ് പരസ്യമായിരിക്കും. ഇത് 10 മിനിറ്റൊന്നുമില്ലേ, ഇത് തുടങ്ങി കുറച്ചിന് കഴിയുമ്പോഴേക്കും പരസ്യം. ശരിക്കും ഒന്നും കാണാൻ പറ്റുന്നില്ല. അതിന് മുൻപേ പരസ്യം വരും, എന്നിട്ട് കുറേ നേരം ഇരിക്കണം അടുത്തത്. ഇങ്ങനെ ഒരു സിനിമ കംപ്ലീറ്റ് ചെയ്യാൻ ഒരു ദിവസം എടുത്തിട്ട്, ഒരു ഓണത്തിനൊക്കെ റിലീസ് ചെയ്യുന്ന സിനിമയെ ഒരു സിനിമ രാവിലെ 9 മണിക്ക് തുടങ്ങി അത് തീരുന്നു 1:30-ക്കും 2:30-ക്കൊക്കെ ആയിരിക്കും ഉച്ചയ്ക്ക്. അതിന് ആകെ പടം 2 മണിക്കൂർ 2.5 മണിക്കൂറേ ഉള്ളൂ. ബാക്കി 2 മണിക്കൂർ പരസ്യമാണ്. അതായത് ആർക്കും അന്ന് ഓണമല്ല, ഇനി പെരുന്നാളാണെങ്കിൽ പെരുന്നാളും ഇല്ല, സത്യം. ഫുള്ള് ടിവിന്റെ മുമ്പിൽ ഇരുന്ന് വേണ്ടിയിട്ട്. പക്ഷെ അതൊക്കെ ഒരു കാലം, അതൊരു കാലം തന്നെയാണ്. അത് ഓർത്തെടുക്കാൻ പറ്റൂല. അത് ഏറ്റവും കൂടുതൽ ആൾക്കാർ അങ്ങനെ ഇരുത്തിയ ഒരു ചരിത്രം ഈ സിനിമ തീർച്ചയായിട്ടും ഉണ്ട്. അത് റെക്കോർഡാണ്. എന്താണെങ്കിലും 29-ാം തീയതി നോക്കട്ടെ.
തകർക്കാവോന്ന്. അന്ന് ഏതെങ്കിലും സിനിമ ഉണ്ടോ വേറെ? അന്ന് 29-ന് വേറെ റിലീസ് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് പോയിട്ട് തകർക്കാം. അതെ, പിന്നെന്താ, പറ്റും. ഫ്രീ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ഒറ്റ വിടല്. ഒരു വൈബല്ലേ? ഇതൊക്കെ മാത്രല്ല ഒരു പഞ്ച് കിട്ടും ഇതിന് എനിക്ക് തോന്നുന്നു കുറച്ച് എന്താണെങ്കിലും കുറച്ച് മമ്മൂട്ടി ഫാൻസ് ഒക്കെ എന്തായാലും സിനിമയ്ക്ക് ഉണ്ടാവും. ഇതിനെന്തായാലും ആൾക്കാരുണ്ടാകാൻ സാധ്യത, കയറാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഒന്ന് അവരുടെ ഒപ്പം ഇരുന്നൊന്ന് എൻജോയ് ചെയ്യാം. അതെ, വിട്ടാലോ? നോക്കാം നമുക്ക് കടി. അല്ല പിന്നെ അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. അതാ പറഞ്ഞ എന്തിനാ നോക്കാലോ. എന്തായാലും ഇതിൽ ഞങ്ങൾക്കൊരു നെഗറ്റീവായിട്ട് തോന്നിയുള്ളത് മമ്മൂക്കയുടെ സൗണ്ടിൽ മാത്രമാണ്. അതെല്ലാവർക്കും തോന്നിയിട്ടുണ്ടോ ഞങ്ങൾക്ക് അറിഞ്ഞൂടാ, പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തു. യെസ്. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്, വന്നിട്ട് കാണാം. അല്ല, കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ സിനിമയ്ക്ക് പോകണ കാര്യത്തിലേക്ക് പോകും. ഞങ്ങൾ പോവാണ്, മറ്റുള്ള വിശേഷങ്ങളായിട്ട് ഉടനെ തന്നെ കാണാം. ബൈ.